അല്ല, ഇതിനകത്തെ ഈ RS പ്രഭാത് സാറിന് ഇതിനെക്കുറിച്ച് കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടൊരു വ്യക്തത ഇല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ. ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 210 എന്ന് പറയുന്ന സമയത്ത് ROC രജിസ്റ്റർ ഓഫ് കമ്പനീസ് നടത്തിയ അന്വേഷണം ഇത് നോക്കൂ. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒന്ന് ഇൻകം ടാക്സ്, 2 ROC, 3 അത് കഴിഞ്ഞിട്ടാണ് SFIO വരിക. സ്വാഭാവികമായിട്ട് ROC കണ്ടെത്തിയ ROCയുടെ നിർദ്ദേശപ്രകാരമാണ് SFIO വരുന്നത്. ROCക്ക് നേരിട്ട് SFIO ഏൽപ്പിക്കുന്നതല്ലത്. 210 ROC അന്വേഷിച്ച സാധനത്തെ സ്വാഭാവികമായിട്ട് നമുക്കറിയാലോ, കേന്ദ്ര മന്ത്രാലയത്തിന് വേണ്ടി റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് സ്വാഭാവികമായി SFIO വരുന്നത്. SFIO വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നേരത്തെ ജോർജ് സോസ് സാർ ഒരു ലഘൂകരിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇത് വീണ വിജയന് സ്വാഭാവികമായിട്ട് യാതൊരു പ്രശ്നവുമില്ല, 1,72,000 രൂപ അക്കൗണ്ടിലൂടെ കടന്നുപോയി എന്നുള്ളൊരു കാര്യം. അതല്ല, ROCയുടെ രജിസ്ട്രാർ പ്രകാരം നമ്മൾ മനസ്സിലാക്കേണ്ട സംഭവം 135 കോടി രൂപ സ്വാഭാവികമായി അല്ല ഞാൻ പറഞ്ഞ 135 കോടി രൂപയിൽ നിന്നാണല്ലോ 1,72,000 രൂപയ്ക്ക് എത്തുന്നത്. 135 കോടി രൂപ ഈ പറയുന്ന KKക്കും നമ്മളുടെ IKക്കും RCക്കും PVക്കും വീണ വിജയനും കൊടുക്കുന്നു. സ്വാഭാവികമായിട്ട് ഈ ഓരോ അന്വേഷണം നടക്കുന്ന സമയത്ത് ഇത് എക്സ്പെൻസുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ CMRLന്റെ എക്സ്പെൻസുമായി ബന്ധപ്പെട്ടാണ് ഈ 135 കോടിയുടെ വിഷയം ഉണ്ടാകുന്നത്. സ്വാഭാവികമായിട്ട് ROCയുമായി ബന്ധപ്പെട്ട് ROC ചോദിക്കുന്ന സമയത്ത് പറയുന്നു ഇത് ഞങ്ങളുടെ എക്സ്പെൻസ് ആണ്. അപ്പോൾ ഏത് തരത്തിലാണ് എക്സ്പെൻസ് വിടുക? രാഷ്ട്രീയക്കാർക്ക് കൊടുക്കുന്ന പണം എക്സ്പെൻസിൽ പെടുത്താൻ പറ്റില്ല. നേരത്തെ ഷാജഹാൻ സാർ പറഞ്ഞ പോലെ 19 കോടി മാധ്യമ പ്രവർത്തകർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീണ വിജയന് കൊടുത്ത പണവുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായി ചോദിക്കുന്നു ഇത് എന്തിനാണ് കൊടുത്തത്? വീണയ്ക്ക് കൊടുത്തുള്ള സേവനത്തിനാണ്. അപ്പോൾ എന്ത് സേവനമാണ് വീണ നൽകിയിട്ടുള്ള? സേവനം നൽകിയിട്ടില്ല. അപ്പോൾ സേവനം നൽകാതെ പണം കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ കള്ളപ്പണം വെളുപ്പിക്കുന്നതാണ്. അതാണ് SFIO വന്നത്. നമ്മൾ മനസ്സിലാക്കണം, അതിൽ ഒരു അക്കൗണ്ടിലൂടെ 1,72,00,000 രൂപ കടന്നു പോയതിനല്ല, 135 കോടിയുമായി ബന്ധപ്പെട്ട് ഇവിടെ സ്വാഭാവികമായിട്ട് നമ്മുടെ CMRL ചെയ്തിട്ടുള്ളത് കള്ളപ്പണത്തെ വെളുപ്പിക്കുന്ന പരിപാടിയാണ്. അതിന് രാഷ്ട്രീയക്കാരെ ഉപയോഗിക്കുന്നു. വീണ വിജയൻ ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായി വീണ വിജയൻ്റെ അച്ഛൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. KSITC എന്ന് പറയുന്നത് കേരള സർക്കാരിൽ 13.4% ഷെയറുള്ള സർക്കാർ കമ്പനിയാണ്. അപ്പോഴാണ് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ROC പറയുന്നത് SFIO വരണമെന്ന്. നമ്മൾ മനസ്സിലാക്കി, ധനകാര്യ മന്ത്രാലയത്തിൽ റിപ്പോർട്ട് കൊടുത്തിട്ട് ROC അങ്ങനെയാണ് വരുന്നത്. അല്ലാതെ ഈ കോടതിയിൽ പറയുന്നത് പോലെ നേരത്തെ ഈ പ്രഭാത് സാർ പറഞ്ഞ പോലെ ROC 210 അല്ലെങ്കിൽ 212 അങ്ങനെയല്ല. ഇവിടെ ആദ്യഘട്ടത്തിൽ കടലാസ് കമ്പനി എന്ന രീതിയിൽ അന്വേഷണം ആരംഭിക്കുന്നത് 206 നിയമപ്രകാരമാണ്. അത് 206 നിയമപ്രകാരത്തിൽ തന്നെ ഈ വീണ വിജയൻ ആ സമയത്താണ് ഇത് ഈ AKG സെന്ററിന്റെ പേരുമാറ്റവുമായി ബന്ധപ്പെട്ട് 1 ലക്ഷം രൂപ വീണ വിജയന് പിഴയടക്കേണ്ടി വരുന്നത്. ആ സാഹചര്യത്തിൽ നിന്ന് മാറുന്നു. ഇപ്പൊ സ്വാഭാവികമായി എത്തിച്ചേർന്നിരിക്കുന്നത് 135 കോടി രൂപയുടെ അഴിമതിയുമായി ബന്ധപ്പെട്ടതാണ്. മറ്റൊരു കാര്യം കൂടി പറയാം, ഇനി SFIO അന്വേഷിക്കുന്ന സമയത്ത് സ്വാഭാവികമായി വീണ വിജയന്റെ 10 വർഷത്തെ അക്കൗണ്ട് സംവിധാനങ്ങളെ മുഴുവൻ പരിശോധിക്കും. സ്വാഭാവികമായിട്ട് ഇത് ഒരു കമ്പനിയിൽ നിന്നാണല്ലോ, ഒരു കർത്തയിൽ നിന്നാണല്ലോ 1,76,00,000 രൂപ മേടിച്ചിട്ടുള്ളത്. ഇതുപോലെ എത്ര കമ്പനികളിൽ നിന്ന് വീണ വിജയന്റെ കടലാസ് കമ്പനി അല്ലെങ്കിൽ കടലാസ് ഈ പറയുന്ന ഈ എക്സാലോജിക് എന്ന് പറയുന്ന തട്ടിപ്പ് കമ്പനി എത്ര കോടി മേടിച്ചിട്ടു എന്നുള്ള കാര്യങ്ങൾ കൂടി തെളിയാൻ പോവാണ്. നമ്മൾ മനസ്സിലാക്കണം, അതിനെയാണ് ഈ പിണറായി വിജയൻ ഭയക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഈ ROCക്കും ഈ നമ്മുടെ ഇൻകം ടാക്സിനൊന്നും സ്വാഭാവികമായിട്ട് ശിക്ഷിക്കാനോ, ഈ നേരത്തെ ജോർജ് സാർ പറഞ്ഞത് ശരിയാണ്, ശിക്ഷിക്കാനുള്ള അധികാരമില്ല. ROCക്കും ഇല്ല, ഈ ഇൻകം ടാക്സിനും ഇല്ല. പക്ഷേ SFIOക്കുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് മണി കേസുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് വീണ വിജയൻ അറസ്റ്റിലാവും, ജയിലിനകത്താവും. ജോർജ് സാർ പറഞ്ഞത് ROCയുമായി ബന്ധപ്പെട്ട്, അതാണ് ഭയമില്ല എന്ന് പറഞ്ഞത്. നേരത്തെ നമ്മുടെ ഷാജഹാൻ സാർ പിണറായി വിജയൻ പറയുന്നത് ROC വരട്ടെ, ഇൻകം ടാക്സ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി ഇതിനൊക്കെ പണത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിനൊക്കെ നമ്മളുടെ ഈ പറയുന്ന RCക്കും IKക്കും വീണ വിജയന് കൊടുത്ത പണത്തിനൊക്കെ അദ്ദേഹം ടാക്സ് ബന്ധപ്പെട്ടിട്ടുള്ള കേസിൽ അദ്ദേഹം പണം അടച്ചിട്ടുണ്ട്. 46 കോടി രൂപ പിഴ അടച്ചിട്ടുണ്ട്. അതല്ല പ്രശ്നം, പിഴയടച്ചതല്ല ഇവിടെ പ്രശ്നം. ഇവിടെ നടന്നത് കൃത്യമായിട്ട് ബ്ലാക്ക് മണി, കള്ളപ്പണം വെളുപ്പിക്കുകയാണ്. ഈ കള്ളപ്പണം വെളുപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് SFIO ഇവിടെ വന്നിട്ടുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ സ്വാഭാവികമായി ഇൻകം ടാക്സ് ആണെങ്കിൽ എന്താണ്, സാർ ജോർജ് സാർ ഒരു ടാക്സുമായി ബന്ധപ്പെട്ടെങ്കിൽ പറയും, സാർ ഇത്ര ശതമാനം ടാക്സ് അടച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് സാറെ വിടും. അതല്ല ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പരിപാടിയാണ്. ROC എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി ശിക്ഷിക്കാൻ അധികാരമില്ല. ശിക്ഷിക്കാനുള്ള അധികാരം ഇതുമായി ബന്ധപ്പെട്ട് ഫ്രോഡ് കേസുകൾ നടന്നിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കാനുള്ള അധികാരം ആർക്കാണ്? അത് കാരണം നമുക്കറിയാം, ഇപ്പോൾ ഇതിനകത്ത് നേരത്തെ ഞാൻ പറഞ്ഞു, IRSകാരൻ, IPSകാരൻ ഡിജിറ്റൽ തെളിവുകൾ, ഇപ്പം നോക്ക്, ഏറ്റവും കൂടുതൽ ഡിജിറ്റൽ തെളിവുകളുള്ള ഫേക്ക് ഫോറൻസിക് ഡിജിറ്റൽ ആയിട്ടുള്ള തെളിവുകൾ പോലും തെളിയിക്കുന്ന അന്വേഷണ വിദഗ്ധന്മാർ SFIOയിലുണ്ട്.
അതുകൊണ്ടാണ് ഇപ്പോൾ ഫേക്ക് ആയിട്ടുള്ള ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞു നേരത്തെ മൈക്രോസോഫ്റ്റിന് ഇത്ര പൈസ കൊടുത്തു, അല്ലെങ്കിൽ ഡാറ്റ ഷോപ്പിന് ഇത്ര പൈസ കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കഥകൾ ഇവിടെ ഇറക്കിയിരുന്നല്ലോ. അതിന് കൃത്യമായിട്ട് ഫേക്ക് ആയിട്ടുള്ള ഡോക്യുമെന്റ്സിന് കൃത്യമായി ഫോറൻസിക് ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ തെളിയിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ SFIയിലുണ്ട്. അത് പിണറായി വിജയൻ അറിയാം. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ 1,72,00,000 രൂപ ഇങ്ങനെ അക്കൗണ്ടിലൂടെ പോയത് കൊണ്ട് പിണറായി വിജയൻ ശിക്ഷിക്കപ്പെടില്ല എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീണ വിജയന്റെ 10 വർഷത്തെ മുഴുവൻ അക്കൗണ്ടുകളും കൃത്യമായി പരിശോധിക്കപ്പെടും. അതുമായി ഈ 1,72,00,000 രൂപ എന്തിന് കിട്ടി, കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇതിനകത്ത് പിന്റു പറഞ്ഞതിനെ ഒന്ന് ഖണ്ഡിക്കേണ്ടത്. അങ്ങനെയല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. അതിനകത്ത് 1,72,00,000 രൂപ നിങ്ങൾ എനിക്കൊരു മറുപടി അല്ല ഞാൻ പറഞ്ഞതിനായിരുന്നു ശ്രീ പ്രിന്റ് മഹാദേവ്. ഞാൻ പറഞ്ഞത് സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട സേവനം നൽകിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്ത് സേവനമാണ് നൽകിയിട്ടുള്ളത് എന്ന് കൃത്യമായി അതിന് തെളിവ് കൊടുത്താൽ മതിയല്ലോ. അത് കൊടുക്കാനില്ലാത്തതുകൊണ്ടായിരിക്കുമല്ലോ ഇത്തരത്തിൽ കോടതികളിൽ നിന്ന് കോടതികളിലേക്ക് ഓടുന്നത്. അല്ല അങ്ങനെ അതെ പറഞ്ഞത്. അങ്ങനെ ഒരു ഫേക്ക് അല്ല ഞാൻ പറയും, SFIയുടെ മുമ്പിൽ ഫേക്ക് തെളിവ് കൊടുക്കാൻ സാധിക്കില്ല. ഇതുമായി ബന്ധപ്പെട്ട് അജീന്ദ്ര ചൗധരി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇതേപോലെ തന്നെ ഒരു കമ്പനിയിൽ നിന്ന് 2,72,00,000 രൂപ മേടിച്ച കേസിനകത്ത് അദ്ദേഹം ഇതേ കേസ് സെയിം കേസ് ഇന്ത്യൻ സുപ്രീം കോടതിയിൽ നടന്ന കേസാണ്. അദ്ദേഹത്തിന് പിഴയും അദ്ദേഹത്തിന് 8 മാസം തടവും അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. സെയിം സാധനം.